ബാരിക്കേഡ് സുരക്ഷിതമായ ഒരു സംവിധാനം ഒരുക്കേണ്ട കാര്യത്തിൽ വീഴ്ച. കാരണം ഈ VIP-കളെല്ലാം വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നല്ലതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ക്ലിയർ ആക്കണമായിരുന്നു. സംഭവിച്ചിരുന്നുണ്ടായിരുന്നു. മന്ത്രി സജി ചെറിയാനാണ് ഉമാ തോമസ് MLA റിനെ മെഡിസിറ്റിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നത്. സുരക്ഷാ വീഴ്ചയുണ്ടായോ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ഒരു റിബൺ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡോടൊപ്പം അറിയുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് MLA അത് നല്ലൊരു ബാരിക്കേഡാണെന്നുള്ള ധാരണയെന്നനുസരിച്ച് അതേ പിടിക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് അറിയുന്നു. അറിയപ്പോൾ അതിൻ്റെ ഒരു കോഴ്സൂടെ കാണും. നേരതായിട്ട് പോയി ബാരിക്കേഡ് വെക്കാത്തത് പറഞ്ഞല്ലോ. അതാണല്ലോ പോലീസ് അന്വേഷിക്കുന്നത്. ബാരിക്കേഡ് വെക്കണമായിരുന്നു. സ്റ്റേജിൽ കുഴപ്പമുണ്ടോയെന്ന് പിന്നീട് നമ്മൾ നോക്കി. ഒരു വീടിന് ശേഷം അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ തന്നെ സംസാരിച്ചു. സ്റ്റേജ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പോയി ചെക്ക് ചെയ്തിട്ട് വന്ന് പറഞ്ഞു യാതൊരു പ്രശ്നമില്ല, അത് ബലത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ വന്നൊരു വിഷയം. അത് ചെയ്യേണ്ടതായിരുന്നു. എന്താ സംശയം? എന്താ നമുക്ക് പറ്റിയ വലിയൊരു ദുരന്തമല്ലേ. നമ്മുടെ ഹൃദയത്തിൽ നിന്നത് മായുന്നില്ല. അത്രമാത്രം വേദനാജനകമായ ഒരു സംഭവമാണ്. കാരണം പറഞ്ഞാൽ ആ ചിരി ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിൽക്കുക. ഇപ്പോൾ ഈ പൾമിനറി ഡോക്ടറാണ്. ലങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഡോക്ടറെ പോയി. അത് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇന്ന് നാളെയുമായിട്ട് ഡിസൈഡ് ചെയ്യും. എന്താണ് ഫർദർ എടുക്കേണ്ട സ്റ്റെപ്സ്. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള സംവിധാനം എടുക്കണോ അതെടുക്കാനും നമ്മളിപ്പോൾ തീരുമാനിച്ച് ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം ഭംഗിയായിട്ടാണ്. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകർക്ക് സംഭവിച്ചു. എല്ലാവരും അക്കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാം ചെയ്യാവുന്ന എന്താ അതെല്ലാം ചെയ്യും.